ഇന്ന് ബിഗ് ബോസ് പറഞ്ഞു ഓണം സെലിബ്രേഷൻ്റെ ദിവസമാണ്, 2 ഗസ്റ്റുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം രാവിലെ മുതൽ ഓണത്തല്ലായിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. രാവിലെ തന്നെ ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. കാരണം ലക്ഷ്മി കിച്ചൻ്റെ അവിടെ വന്ന് ഫുഡ് റെഡിയായില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷാനവാസ് പറഞ്ഞ് റെഡിയായിട്ടില്ല. ഷാനവാസ് കിച്ചൻ ക്യാപ്റ്റനാണല്ലോ. റെഡിയായിട്ടില്ലെന്ന് പറഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞ് ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ എനിക്ക് സമയത്ത് ഫുഡ് കിട്ടണം, ഇല്ലേ ഞാൻ കിച്ചണിൽ കയറി ഉണ്ടാക്കി കഴിക്കുമെന്ന് പറഞ്ഞപ്പം ഷാനവാസ് പറഞ്ഞു അതൊക്കെ നിൻ്റെ വീട്ടിൽ, ഇവിടെ എപ്പോൾ റെഡിയാവുന്ന അപ്പോഴേ തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ എടി പൊടിയെന്ന് വിളിക്കരുതെന്നും പറഞ്ഞ് ലക്ഷ്മി ചൂടാവുന്നു. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നു പിന്നെ നീ എടിയല്ലാതെ എടനാണോ? അങ്ങനെ അവർ തമ്മിൽ വഴക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് റെന ഫാത്തിമ കിച്ചൺ ടീമാണ്, കുക്ക് ചെയ്യാതെ നിൽക്കുകയാണ്. അങ്ങനെ ഷാനവാസ് റെന ഫാത്തിമയായിട്ട് വഴക്കിടുന്നു. സമയത്ത് ഭക്ഷണം ഉണ്ടാക്കണം, വർത്തമാനം പറഞ്ഞ് നിൽക്കുകയില്ല എന്നും പറഞ്ഞ് അങ്ങനെ റെന ഫാത്തിമയായിട്ട് ഭയങ്കര വഴക്ക് നടക്കുകയാണ്. അതിന് ശേഷം ബിഗ് ബോസ് കുറച്ച് ആപ്പിൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ 2-3 ആപ്പിൾ കളവ് പോയി. അത് കട്ടെടുത്തത് ഒന്ന് ആര്യനാണ്. അപ്പം ഷാനവാസ് പറയുന്ന ആപ്പിൾ എടുത്തവർ തിരിച്ചു കൊണ്ടുവെക്ക്, എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്, കറക്റ്റായിട്ട് വീതം വെക്കേണ്ടതാണെന്ന് പറയുന്നു. അപ്പോൾ ആര്യനൊന്നും കൊണ്ടത് വെക്കുന്നില്ല. അപ്പോഴത്തേക്ക് അനിമോൾ ഒരാപ്പിൾ എടുത്തുകൊണ്ട് കിച്ചണിൽ നിന്ന് പോയി. കാരണം കിച്ചണിൽ നിന്നവരോട് പറഞ്ഞ് എൻ്റെ ഷെയർ ഞാൻ എടുക്കുകയാണെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്ന വഴി ഷാനവാസ് കണ്ട്, ഷാനവാസ് കൈയോടെ പിടിച്ചിട്ട് ആപ്പിൾ പിടിച്ച് മേടിച്ച്. അപ്പം അനിമോൾ പറഞ്ഞ് ഞാനവിടെ പറഞ്ഞിട്ടാണ് എടുത്തതെന്ന് പറയുന്നത്. ഷാനവാസ് പറഞ്ഞത് അത് എന്നോട് പറയണം, ഞാനാണ് ക്യാപ്റ്റൻ, ഇല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടേണ്ടി വരും എല്ലാവർക്കും കൊടുക്കാനില്ലെങ്കിൽ. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കുകയാണ്. അത് കഴിഞ്ഞ് ജെസ്സിൽ മുടി അഴിച്ചിട്ട് കുക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ജെസ്സിലിൻ്റെ മുടിയിൽ തീ പിടിച്ച് പെട്ടെന്ന് റെന ഫാത്തിമ തീ അണച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജിഷിൻ പറഞ്ഞ് മുടി അഴിച്ചിട്ടിട്ട് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യരുത്, ഫുഡിനകത്തൊക്കെ മുടി വീഴുമെന്നും പറഞ്ഞ് ജിഷിൻ ചൂടാവുന്നു. പിന്നെ ജെസ്സിൽ മുടി കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ജെസ്സിൽ മുടി കെട്ടിവെക്കത്തിൽ അഴിച്ചിട്ടിട്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെ ജിഷിൻ പറഞ്ഞതിൻ്റെ പേരിൽ മുടി കെട്ടിവെച്ച് കുക്ക് ചെയ്യുകയാണ്. പിന്നീട് ബിഗ് ബോസ് പറയുന്ന 2 പേര് സ്റ്റോർ റൂമിൽ ചെല്ല് എന്ന് പറയുന്നു. അവർ അപ്പോൾ ആര്യനും അപ്പാനി ശരത്തും ഓടിച്ചെന്ന് നോക്കുമ്പോൾ കുറേ കുട്ടകളിൽ പൂക്കളാണ്. പിന്നെ എല്ലാവരും പെട്ടെന്ന് പോയി റെഡിയായി ഒരുങ്ങിയിട്ട് പൂക്കളം തയ്യാറാക്കുകയാണ്. എല്ലാവരും ചന്ദനക്കുറിയും മുണ്ടും പിന്നെ പട്ടുപാവാടയും അങ്ങനെ നല്ല നല്ല ഡ്രസ്സിൽ അവർ പൂക്കളൊക്കെ റെഡിയായി കണ്ടിരുന്നപ്പോൾ 2 അതിഥികൾ വന്ന്, അതായത് രമ്യ നമ്പീശനും ജസ്റ്റിനുമാണ് എത്തുന്നത്. പിന്നെ അവരെ നല്ലപോലെ മത്സരാർത്ഥികൾ അവരെ സ്വീകരിച്ചു, വീടെല്ലാം കൊണ്ട് കാണിച്ചു. അപ്പോൾ ഒനിയൻ സാബുവിൻ്റെ വക നല്ലൊരു ഡ്രിങ്ക്, അവർക്ക് വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുത്ത് അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ ഈ പ്രാവശ്യം ഓണത്തിനുള്ള അവരുടെ 2 സോങ് അവിടെ അവതരിപ്പിച്ച് അക്ബർ പാട്ട് പാടി. അങ്ങനെ എല്ലാവരും കൂടെ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അനീഷ് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഓണസദ്യയില്ലേ, ബിഗ് ബോസ് ഓണസദ്യയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ബിഗ് ബോസ് റെഡിയാക്കി കാണും, സർപ്രൈസായിട്ട് സമയത്ത് കൊടുക്കാനായിരിക്കും, കാരണം ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ എല്ലാവരും കൂടെ അവരുടെ കുട്ടിക്കാലത്തെ ഓണാഘോഷത്തിനെക്കുറിച്ച് പറയാനുള്ള ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ ഓണാഘോഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണേ. അപ്പോൾ ഓക്കെ.